യെസ്. അപ്പൊ സിമാറ്റിലെ സുന്ദരിമാരും സുന്ദരന്മാരുടെ നടുവിലാണ് ഞാൻ. അവരിങ്ങനെ എന്താണ് പറക്കാൻ റെഡിയായി നിൽക്കുകയാണ്, പറപ്പിക്കാൻ ഞാനും. റെഡിയല്ലേ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് കഥയിലോട്ട് കിടക്കാം. എവിടെ, ആരാണ് നമ്മുടെ ആദ്യത്തെ പറക്കാൻ റെഡിയായ മനുഷ്യൻ? ഓ, കണ്ണൊക്കെ ചുമന്ന് നിറഞ്ഞു. എന്താ പേരെന്ന് പറയും? ബിബിൻ. ബിബിൻ എവിടെയാ? നാട് എവിടെയാ? എന്റെ വീട്ടിൽ ഇവിടെ തന്നെ കറുപറ്റി. റെഡിയല്ലേ? ഒരു കയ്യടി കൊടുക്കുക. ശരി. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് 3001 സഹൃദയരെ. ഈ കഥ നടക്കുന്നത് അങ്ങ് ആലത്തൂരോ, അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്ങോട്ടോ അല്ല. കൈ കുറച്ചുകൂടെ എടുക്കാം. അങ്ങനൊക്കെ കുറച്ചുകൂടെ കൈ എടുക്കാം. കഥാപ്രസംഗം പോലെ. അന്ന് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്ങോട്ടോ അല്ല. പുള്ളോള് നിങ്ങൾ ഇക്കിളി കുട്ടി ദൈവം എനിക്ക് കാഴ്ച തന്നില്ലേ, എന്തിനോട് ക്രൂരത കാണിച്ച്. കൊതുകിന്റെ നാടായ നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ്, അടുത്തുള്ള കൊച്ചിയിലാണ്. 3000 സുന്ദരികളുമാര് പഠിക്കുന്ന വനിതാ കോളേജിലാണ് കഥ നടക്കുന്നത്. അത് കറക്റ്റ്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ടേക്ക് നോക്കിയാലും മതി. ഇതാണ് നമ്മുടെ കഥാനായകൻ. ഇതാണ് നമ്മുടെ കഥാനായകൻ. ആ ചിരി കണ്ടോ? ആ ചിരി, ആ കുടി കണ്ടോ? ആ കുടിച്ചിട്ടുള്ള കിടപ്പ് കണ്ടോ? അറടി പൊക്കമുള്ള അണൊരുത്തൻ, അരുമയക്കുന്ന കാമദേവൻ. അറടി പൊക്കമുള്ള അണൊരുത്തൻ, അരുമയക്കുന്ന കാമദേവൻ. ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നേ പറയൂ. അത് പുള്ളി ആ ടൈപ്പ്, നേരത്തെ പറഞ്ഞ ആ ടൈപ്പാണ്. പൊന്നുമോനെ മഹാബാബി എന്നിട്ടൊന്ന് മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പോ നമ്മൾ മഹാബന്ധം ഉണ്ടാക്കാൻ പാടില്ല. അല്ല, വാഹനബന്ധം ഉണ്ടാക്കാൻ പാടില്ല. സെറ്റല്ലേ? യെസ്. അടുത്തതായി ഞാൻ വിളിക്കാൻ പോകുന്നത് കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന ഒരു സുന്ദരിയാണ്, ശിവപ്രഭ. യെസ്, ശിവപ്രഭ. ഇത് ലെൻസാണോ വെച്ചിരിക്കുന്നത് കണ്ണിൽ? അല്ല, ഒറിജിനൽ. എവിടെ? നാടെവിടെ? കൊല്ലം. കൊല്ലത്താണോ? ഞാനും കൊല്ലത്താണ്. ആണോ? തുടങ്ങാം. അപ്പം ക്യാമറ റോൾ ആക്ഷൻ. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് 3001. ഈ കഥ നടക്കുന്നത് അങ്ങ് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്ങോട്ടോ അല്ല, പിന്നെയോ കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന കൊതുകിന്റെ സ്വന്തം നാടായ കൊച്ചിയിലെ 3000-ഓളം സുന്ദരിമാര് പഠിക്കുന്ന ഒരു വനിതാ കോളേജിലാണ്. അതാ അങ്ങോട്ട് നോക്കും. അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അതാണ് നമ്മുടെ നായകൻ. ആ ചിരി കണ്ടോ? ആ കുടി കണ്ടോ? കുടിച്ചിട്ടുള്ള ആ ഇരിപ്പ് കണ്ടോ? അറടി പൊക്കമുള്ള ആണൊരുത്തൻ, അരി കൊതിക്കുന്ന കാമദേവൻ. അറടി പൊക്കമുള്ള ആണൊരുത്തൻ, അരിം കൊതിക്കുന്ന കാമദേവൻ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ചാ അവൻ നോയെ പറയും. പൊന്നു മോനെ മഹാപാപി, മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പോ വാഹനബന്ധം പ്രഖ്യാപിക്കല്ലടാ. ഒന്നും പറയില്ല. അടുത്തതായി എത്തുന്നു അഭിനയ പ്രതിഭ ഉബൈൻ. ഹായ്. ഇതെല്ലാം കണ്ട് പഠിച്ചോണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടാണ്. എല്ലാരും പറഞ്ഞ നായകൻ നീയാണ്. അപ്പൊ നീ പൊളിക്കണം അവിടെ. പിന്നെ തുടങ്ങാം. ആക്ഷൻ. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ ഇതാരാ? യുദ്ധഭൂമി ഒരു പുതിയ പഠനം. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3001. ഇത് ഈ കഥ നടക്കുന്നത് അങ്ങ് നീ അത് ശരിയാക്കിട്ട് പോയാ മതി. എന്നെ ഇപ്പൊ തന്നെ മോളൊക്കെ എടുത്താൽ മതിയായിരുന്നു. അയ്യോ, സഹൃദയരെ പറ. സഹൃദയരെ ഒന്നും നടക്കാൻ പോലുള്ള. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ നടക്കുന്നത് ഞാൻ ഇന്ന് പറയുന്ന കഥയുടെ പേരാണ് 3001. അത് ഇച്ചിരി നല്ല ശക്തമായിട്ട് പറയാം. 3001. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3001. ഈ കഥ നടക്കുന്നത് നീ അങ്ങോട്ട് മറിഞ്ഞു പോകുന്നു. എന്റെ കയ്യിലോട്ടം കിടക്കുവോ? അങ്ങ് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്ങോട്ടോ അല്ല, കൊച്ചോളം
വെച്ചോളൂ. കൊതുകുകൾ ഇക്കിളി എന്റെ പൊന്നുവായി നിങ്ങ കാര്യം പറ. കൊച്ചോളം കൊതുകുകൾ ഇക്കിളി കൂട്ടുന്ന നമ്മുടെ സ്വന്തം നാടായ കൊച്ചിയിലാണ്. അവിടെ ഒരു 3000-ഓളം ഇതിന്റെ വാർക്കപ്പണിക്ക് വന്നു വനിതകൾ പഠിക്കുന്നൊരു കോളേജിലാണ്. അതോ പെൺകുട്ടികളാ? പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിലാണ്. അത് അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് പറ്റില്ല ഇങ്ങോട്ട് നോക്കിയാലും മതി. ജയിക്കുന്നവനാണ് നമ്മുടെ കഥാനായകൻ, അല്ലെങ്കിൽ അവനായാലും മതി. ജയിക്കുന്നവനാണ് നമ്മുടെ കഥാനായകൻ. ആ ചിരി കണ്ടോ അവന്റെ? ഇങ്ങോട്ട് നോക്ക്. ആ ചിരി കണ്ടോ? ആ കുടി കണ്ടോ? അവരെന്റെ കൈ കിട്ടി ഞാൻ വെട്ടിക്കൊല്ലും. ഞാനും കൊല്ലും. അവന്റെ ഒരു ഡബിൾ വണ്ടർ. 6 അടി പൊക്കമുള്ള ഒരു കാമൊരു മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. 6 അടി പൊക്കമുള്ളൊരു ആണൊരുത്തൻ. ആരും കൊതിക്കും രാമദേവൻ. പിന്നെന്താ എന്റെ അടുത്താന്ന് നോക്കിയത്? സ്ക്രിപ്റ്റ് പഠിച്ചില്ലായിരുന്നു. എടി തങ്കി ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. ജീൻസ് അതെങ്കി അത് ഒബ്ജക്റ്റീവ് ടൈപ്പ്. ചോദ്യം ചോദിച്ചാൽ അവൻ നോയെ പറയുള്ളൂ. മഹാലക്ഷ്മി എന്റെ പൊന്നുമോനെ മഹാലക്ഷ്മി ഓട്ടോ വിളിച്ചു വന്നാലും നീ വാഹന ബന്ധു പറയരുത്. വാഹന ബന്ധ് അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി. മഹാലക്ഷ്മി പാതിരാത്രി വന്നാലും അല്ല, മഹാലക്ഷ്മി ഓട്ടോ വിളിച്ചു വന്നാലും മഹാലക്ഷ്മി ഓട്ടോ വിളിച്ചു വന്നാലും അവൻ വാഹന ബന്ധു പറയും. വാഹന ബന്ധ ബന്ധല്ലേ? ഓക്കെ, കുഴപ്പമില്ലല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. ഒരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ഓക്കെ. അപ്പം റെഡി അല്ലേ? ഓൾ സെറ്റ് അല്ലേ? ഇവരുടെയൊക്കെ അഭിനയം അങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരുടെ അഭിനയമായിരുന്നു? ശിവപ്രഭു. ആണോ? ഓക്കെ. അപ്പൊ അതൊക്കെ മേലെ പോകണമെന്നിരുന്നു. റെഡി, റോൾ ക്യാമറ ആക്ഷൻ. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് 3000-ൽ ഒരുവൻ. അടിപൊളി അടിപൊളി. മോള് ഏതാ? സഹൃദയരെ, ഈ കഥ നടക്കുന്നത് അങ്ങ് അമേരിക്കയിലോ ആലത്തൂരിലോ അല്ല, മറിച്ച് എവിടെയാ? ആഫ്രിക്കയിലോ ആലങ്ങോട്ടോ അല്ല, കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന അസുഖം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേട്ടോ. നമ്മുടെ കൊതുകളുടെ സ്വന്തം നാടായ കൊച്ചിയിലെ 3000-ഓളം സുന്ദരിമാരായ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു വനിതാ കോളേജിലാണ്. നീ വിജയിക്കും, എവിടെ ചെന്നാലും വിജയിക്കും. അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ആ ചിരി കണ്ടോ? ആ കുടി കണ്ടോ? കുടിച്ചിട്ടുള്ള ആ നിൽപ്പ് കണ്ടോ? എനിക്ക് നാണാവോ? എനിക്ക് 6 അടി പൊക്കമുള്ള ആണൊരുത്തൻ, ആരും കൊതിക്കുന്ന കാമതേ, ആരും കൊതിക്കുന്ന കാമതേ, ആരും കൊതിക്കുന്ന കാമതേ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ ഇവൻ നോയെ പറയത്തുള്ളൂ. എടാ പൊന്നു മോനെ മഹാഭാബി, മഹാലക്ഷ്മി ഓട്ടം. പൊന്നു മോനെ മഹാഭാബി, മഹാലക്ഷ്മി ഓട്ടോ വിളിച്ചു വരുമ്പോ വാഹനബന്ധു പ്രഖ്യാപിക്കല്ലേ. മഹാലക്ഷ്മി ഓട്ടോ വിളിച്ചു വരുമ്പോ വാഹനബന്ധു പ്രഖ്യാപിക്കല്ലേടാ. കുട്ടി കൊള്ളാം. ನನಗೆ എല്ലാം കണ്ടല്ലോ. ഇത്രയും നേരം പറയാത്തൊരു കാര്യം പറയാം. മൈജി നൽകുന്ന ഒരു ഗംഭീര പ്രൈസ് ഉണ്ട് ഏറ്റവും നല്ല പെർഫോമർക്ക്. കേട്ടല്ലേ? അപ്പൊ പൊളിച്ചടുക്കുക. റെഡി? റെഡി. ഞാൻ നമ്മുടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് 3000-ൽ ഒരുവൻ. എന്താ സത്യം പറ? നിങ്ങൾ എന്റെ ജാതകം കയറാൻ കൊണ്ടുപോകുന്നതാണ്. എന്താ സഹൃദയരെ, ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആലത്തോടോ അല്ല, അലങ്ങോടോ
ആലത്തൂര്. ആലത്തൂരൊക്കെ. അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്ങോടോ അല്ല, കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന കൊതുകുകളുടെ സ്വന്തം നാടായ കൊച്ചിയിലാണ്. 3000-ഓളം സുന്ദരികൾ പഠിക്കുന്ന ഒരു വനിതാ കോളേജിലാണ്. അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ മടിയുള്ളവർ ഇങ്ങോട്ട് നോക്കാം. ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടക ശനി കൊണ്ടേ പോകുന്ന ആ ചിരി കണ്ടോ, ആ കുടി കണ്ടോ, ആ കുടിച്ചിട്ടുള്ള കിടപ്പ് കണ്ടോ, ആറടി പൊക്കമുള്ള അണരുത്തൻ, ആരും കണ്ടാൽ കൊതിക്കുന്ന കാമദേവൻ. ഇനി വേണോ? സിനിമണ്ഡലം വരെ നിന്റെ ഭാഗ്യം സിനിമ തന്നെ മോളെ. നല്ല സ്വരം കേട്ടോ. ഇല്ല ആറടി പൊക്കമുള്ള അണരുത്തൻ, ആരും കൊതിക്കുന്ന കാമദേവൻ. അല്ല, സോറി, ദൈവം സഹായിച്ചാലും ഭാഗ്യമില്ല. ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാ അവൻ നോയെ പറയുള്ളൂ. ഇറക്കാൻ താല്പര്യമില്ലതേ. പൊന്നു മോനെ മഹാപാവി, മഹാലക്ഷ്മി ഓട്ടോ വിളിച്ചു വരുമ്പോ വാഹനം എന്ത് പ്രഖ്യാപിക്കല്ലേടാ. അതെ അതെ. എന്നാ കുഴപ്പമില്ല, ഒരു കയ്യടി കൊടുക്കാം. രക്ഷപ്പെടുകയാണ്. അടുത്ത വേദിയിലേക്ക് എത്തുന്നു. തുടങ്ങിക്കോ. ആക്ഷൻ പറ. ആക്ഷൻ വന്നാലേ വരുത്തോളൂ. ക്യാമറ റോൾ ആക്ഷൻ. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ തുടക്കത്തിലെ അവതരണം പോയല്ലോടാ. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് കഥയുടെ പേരാണ് 3000-ലൊരുവൻ. ഈ കഥ 3000-ന്റെ ശക്തി പോലെ 3000-ലൊരുവൻ. ഈ സഹൃദയരെ, ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്കോട്ടോ അല്ല, കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന കൊതുകിന്റെ സ്വന്തം നാടായ കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന കൊതുകിന്റെ സ്വന്തം നാടായ കൊച്ചിയിലാണ്. കൊച്ചി 3000-ഓളം സുന്ദരിമാർ പഠിക്കുന്ന വനിതാ കോളേജിലാണ്. അത് അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ മടിയുള്ളവർ ഇങ്ങോട്ട് നോക്കൂ. അതാണ് നമ്മുടെ കഥാനായകൻ. ആ ചിരി കണ്ടോ, ആ കുടി കണ്ടോ, ആ കുടിച്ചിട്ടുള്ള ആ കിടപ്പ് കണ്ടോ, ആറടി പൊക്കമുള്ള ആണൊരുത്തൻ, ആരും കൊതിക്കുന്ന പറഞ്ഞാ പോരാ, ആരും കൊതിക്കുന്ന. കുറച്ച് ഓവറാണ്, ഒന്ന് നിയന്ത്രിക്ക. ആറടി പൊക്കമുള്ള ആണൊരുത്തൻ, ആരും കൊതിക്കുന്ന കാമദേവൻ. എനിക്ക് കൊണ്ട് പ്രാർത്ഥിക്കണം. അവൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവൻ നോയെ പറയൂ. പൊന്നുമോനെ മഹാഭാവി ഗണപതി. എന്താ എന്റെ ഉദ്ദേശം? മഹാലക്ഷ്മി ഓട്ടോ വിളിച്ചു വരുമ്പോ അവൻ ബന്ധു പ്രഖ്യാപിക്കും. ആ വാഹനം ബന്ധു പ്രഖ്യാപിക്കും. മതി, ചെയ്തിടത്തോളം പണി സഹായമൊക്കെ മതി. സോണിയ, ഓ സോണിയ, ആരാണ് സോണിയ? വരൂ. സോണിയ, ഹായ്. മോഡലിംഗിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വാക്കിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ ഇന്ന് അവതരിക്കാൻ കുഴപ്പമില്ല. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് 3000-ലൊരുവൻ. ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്കോടോ അല്ല, പിന്നെയോ കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന കൊതുകുകളുടെ സ്വന്തം നാടായ കൊച്ചിയിലാണ്. കൊച്ചിയിലെ 3000-ഓളം സുന്ദരിമാർ പഠിക്കുന്ന വനിതാ കോളേജിലാണ്. അതാ അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അതാണ് നമ്മുടെ നായികൻ. ആ ചിരി കണ്ടോ, ആ ചിരി കണ്ടോ, ആ കുടിച്ചിട്ടുള്ള ആ ഇരിപ്പ് കണ്ടോ, ആറടി പൊക്കമുള്ള ആണൊരുത്തൻ, ആരും കൊതിക്കുന്ന കാമദേവൻ. വോയിസ് മാറ്റി പാടാം. ഇല്ല, കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ചാലും അവൻ നോയെ പറയൂ. പൊന്നുമോനെ മഹാബാബി, മഹാലക്ഷ്മി ഓട്ടോറിക്ഷ പിടിച്ചു വരുമ്പോ നീ വാഹനബന്ധ് പ്രഖ്യാപിക്കല്ലേടാ. വണ്ടർഫുൾ.
മൈജിയുടെ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് അടുത്ത് എത്താൻ പോകുന്നു വൈഷ്ണവ്. അനാവശ്യ ബിൽഡപ്പ് ഒന്നും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക. എന്തിന് ഗിഫ്റ്റ് നീ മേടിക്കല്ല, ഫസ്റ്റ് പ്രൈസ് 2 മേടിക്കുന്നത്. എന്താ കോൺഫിഡൻസാ? ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. 1 2 3 ഗോ. എന്തായിരുന്നു പറഞ്ഞു? ഫസ്റ്റ് തന്നെ കോൺഫിഡൻസ് കളയണോ? ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ്. സ്ട്രോങ് ആയിട്ട് പറയണം. അയ്യോ എന്തോന്നാടാ നീ പൊട്ടം കളിച്ച് കളിച്ച അവസാനം കുളന്തോണ്ടാ പൊട്ട. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് 3001. സഹൃദയരെ, ഈ കഥ നടക്കുന്നത് അമേരിക്കയില് ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, പിന്നെ എവിടെയായിരുന്നു? ആഫ്രിക്കയിലോ ആലങ്കോടോ അല്ല, കൊച്ചോളങ്ങൾ ഇക്ലി കൂട്ടുന്ന കൊതുകളുടെ സ്വന്തം നാടായ കൊച്ചിയിലെ 3000-ഓളം സുന്ദരിമാർ പഠിക്കുന്നു. കൊറേ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണോ സർക്കസ് മാനേരോ? അത് അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാം, സൗകര്യമില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കാം. ഇതാണ് നമ്മുടെ കഥാനായകൻ. ആ ചിരി കണ്ടോ? ആരാ കൂവിയത്? എന്തിനാ കൂവിയത്? ഇങ്ങനെ അഭിനയിച്ചാലേ ചെരിപ്പ് ഉറപ്പാ. കുടി കണ്ടോ? കുടിച്ചിട്ടുള്ള ഇരിപ്പ് കണ്ടോ? പിന്നെ അത് ചോറായി. ചോദ്യം ചോദിച്ചാൽ അവൻ നോയെ പറയൂ. പൊന്നു മോനെ മഹാഭാവി, മഹാലക്ഷ്മി ഓട്ടോ ഓടിച്ചു വരുമ്പോ നീ വാഹനപഥം പ്രഖ്യാപിക്കില്ലേ? ശരി, നീ അങ്ങോട്ട് നിന്ന് കയറിക്കൊടു അവന്മാരെടുത്ത്. ഇയാൾക്കെന്തോന്ന് കുരുവിന് പനിക്കുന്ന ഐശ്വര്യ എല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കി നിൽക്കുകയാണല്ലേ. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് 3001. ഈ കഥ നടക്കുന്നത് സഹൃദയരെ, ഈ കഥ നടക്കുന്നത് അങ്ങ് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്ങോടോ അല്ല, പിന്നെയോ കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന പോയി ആരെയാണോ കണിയേണ്ടത്? കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന കൊതുകിന്റെ സ്വന്തം നാടായ കൊച്ചിയിലാണ്. കൊച്ചിയിലെ 3000-ഓളം സുന്ദരികളായ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു വനിതാ കോളേജിലാണ്. അതാ അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇങ്ങോട്ട് നോക്കൂ. ഇതാണ് നമ്മുടെ കഥാനായകൻ. ആ ചിരി കണ്ടോ? ആ കൊടി കണ്ടോ? ആ കുടിച്ചിട്ടുള്ള ഇരിപ്പ് കണ്ടോ? ആരാ അത്? ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം അത്. നേതാവ് ആ പാർത്തിന്റെ പെങ്ങള് രാധ. അരടിപ്പൊക്കമുള്ളൊരുത്തൻ അരും കൊതിക്കുന്ന കാമദേവ. ഇങ്ങനെ ഒരു ജന്മം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ച ആള് നോയെ പറയത്തുള്ളൂ. പൊന്നു മോനെ മഹാഭാവി, മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പം വാഹനമെന്ന് പ്രഖ്യാപിക്കല്ലേടാ. ഇതൊരൊറ്റ പീസ് കൂടെ ഉള്ളൂ. ഇവനോട് കഴിഞ്ഞ വംശനാശം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയാണ് 3001. ഈ കഥ നടക്കുന്നത് അത് വേണോ? സഹൃദരെ, ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആലങ്കോടോ അല്ല, കോഴിക്കോടല്ലോ, ആഫ്രിക്കയിലോ, ആഫ്രിക്കയിലോ, രണ്ടാമത്തെ സ്ഥലത്ത്. അപ്പൊ അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലത്തോടോ അല്ല, ആലപ്പുഴ അല്ല. എന്താ പോരെ? 3000-ഓളം സുന്ദരികൾ പഠിക്കുന്ന കൊതുകുകൾ ഇക്കിളി കൂട്ടുന്ന കൊച്ചിയിലെ ഒരു നല്ല 3000-ഓളം സുന്ദരികൾ പഠിക്കുന്ന ഒരു കോളേജിലാണ്. എടച്ചാവി നിന്നെ കൊണ്ട് കൂട്ടിയ കൂടില്ല. അതാ അങ്ങോട്ട് നോക്കൂ, എങ്ങോട്ടേലും നോക്കൂ. അതാണ് നമ്മുടെ കഥയുടെ നായകൻ. ആ ചിരി കണ്ടോ? ആ ദിപ്പ് കണ്ടോ? അല്ല ഇരിപ്പ്, ഒരു കിടപ്പ് കണ്ടോ? അരടിപ്പൊക്കമുള്ള കൊതിക്കുന്ന കാമദേവൻ.
ഇനി മോഹാലിച്ചപ്പെട്ടോളൂ. പെട്ടെന്ന് വീഴുതട്ടാ, പെട്ടെന്ന് വീണ പിടിക്കാൻ പറ്റില്ല. വെയിറ്റ് നിൽക്കും കൂടുതല. ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ചോദ്യം ചോദിച്ചവൻ നോയെ പറയുള്ളൂ. മഹാലക്ഷ്മി ഓട്ടോ വിളിച്ചു വന്നാലും ഡയലോഗിലെ എക്സ്പ്രഷൻ കാണിച്ചേ. ഹലോ, നല്ലോണം ക്യാമറ ഒക്കെ കാണില്ലേ? ഫുള്ളായിട്ട് നോർമൽ അല്ലല്ലേ? മഹാലക്ഷ്മി ഓട്ടോ വിളിച്ചു വന്നാലും അവർക്ക് നോയെ പറയുള്ളൂ. മഹാലക്ഷ്മി ഓട്ടോ വിളിച്ചു വന്നാലും അവർക്ക് ആഹാരമെന്ന് പ്രഖ്യാപിക്കും. അടിപൊളി കേട്ടോ. ഇളക്കല്ലേ. നമുക്ക് ഒരാൾക്ക് പ്രൈസ് കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഒരു നൂലിട മേളിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ പ്രൈസ് കൊടുക്കുകയാണ്. സാനിയ. കേരളത്തിലെ നമ്പർ 1 ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ബ്രാൻഡായ മൈജി ഫ്യൂച്ചർ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. സാനിയ, ഹാപ്പിയല്ലേ? അപ്പോൾ അടുത്തതായി വിളിക്കുന്നു അഭിനയ പ്രതിഭ ശിവപ്രഭ. ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്, മേജർ പുട്ടുപൊടി നൽകുന്ന പുട്ടാണ്. ഇനി എന്നും പുട്ട് കിട്ടി കേട്ടോ. അടിപൊളി. ഓക്കെ, എൽദോ ഒരുപാട് ചിരിപ്പിച്ചാണ്. എൽദോയ്ക്ക് നല്ല മണവും ഗുണവും രുചിയുമുള്ള കായം ഏതാണ്? BB കായം. അത് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. ആ ആക്ഷൻ ഇതിന്റെ ഹൈലൈറ്റ് ആക്ഷൻ, ആ പാട്ട് പാടിയ സാധനം പാടാൻ. നീ വിട്ടോ വിട്ടോ, ഇന്ന് വെഴുവണ്ടോ വിട്ടോ. സോണിയ വന്നാട്ടെ. സോണിയക്ക് ഫീസ്റ്റ് ഓൺ ടേസ്റ്റ് സിറ്റീസ് മാസ്റ്റർ ഷെഫ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഓക്കെ, അടുത്തതായി വിളിക്കുന്നു നമ്മുടെ സ്വന്തം ഗായിക ഐശ്വര്യ. നിങ്ങൾക്ക് നമ്മൾ നൽകുന്നത് തോട്ട്ഫുള്ളി ടേസ്റ്റി ജെല്ലി സ്വീറ്റി ഇഫക്റ്റ് കുക്കീസ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. മിസ്റ്റർ ബേസലിനെയാണ് അടുത്ത് വിളിക്കുന്നത്. ബേസൽ ഇന്ത്യയിലെ നമ്പർ 1 ഹെയർ കെയർ ഓയിൽ ബ്രാൻഡായ ലീവ്സ് നൽകുന്ന ഒരു അടിപൊളി ഹെയർ ഓയിൽ. ഇതൊക്കെ തേച്ച് കുളിച്ച് അടിപൊളിയായിട്ട് പാടി കേട്ടോ. സിമാറ്റിലെ കുട്ടികൾ അടിച്ചു പൊളിച്ചു. എല്ലാം നല്ല ഒന്നാം തരം അഭിനേതാവ് അഭിനേത്രികളുമാണ്. അപ്പോ ഇപ്പൊ ശരിയാക്കി തരാം എന്ന എപ്പിസോഡ് കലക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഈ ഗംഭീര എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇനി കുറെ പേരോട് റെഡിയായി നിൽപ്പുണ്ട്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.